എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ വോഹാർ ഐലൻഡ് കാണിക്കും. അവിടെ മുഴുവൻ ഇപ്പൊ നേവി കപ്പല് റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് പിടികിട്ടും ഗവൺമെന്റ് ആൾക്കാരെല്ലാവരും ചേർന്ന് ബസ്റ്റർ കോൾ ചെയ്യാൻ പോവാണ്. ഇനി ഇവിടെ നിന്നാ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ഫുൾ സ്പീഡില് ആ ഇവാക്വേഷൻ ഷിപ്പ് അവിടേക്ക് ഓടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഐലാൻഡ് കാണിക്കും. ഐലാൻഡിന് ചുറ്റും ഒരുപാട് നേവി ഫോഴ്സ് ഗണ്ണും ബോംബുകളൊക്കെ എയിം ചെയ്ത് ഐലാൻഡിനെ മുഴുവനായിട്ടും തകർക്കാൻ റെഡിയായി കഴിഞ്ഞു. കട്ട് ചെയ്താ ഇവിടെ മെയിൻ ചീഫ് ഓഫീസേഴ്സ് അവരാ പ്രൊഫസറിനോട് പറയും, നിങ്ങൾ എല്ലാവരും വലിയൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ഇത്രയും നാളും ചെയ്തത്. ഇതൊരിക്കലും നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയില്ല. പ്രൊഫസർ ആണെങ്കിൽ ഒരുപാട് നേരമായി ഇതെല്ലാം കേട്ടിരിക്കുന്നു. ആളുടെ കൺട്രോൾ പോയി ആളും എന്തൊക്കെയോ തിരിച്ചു പറയും. ഉടനെ ഒരു സോൾജിയർ പറയും, അവരെല്ലാവരും ഹൈ റാങ്കിലുള്ള ഒഫീഷ്യൽസ് ആണ്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മര്യാദ അവർക്ക് കൊടുത്തൂടെ? കാര്യം ശരിയാണ്, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്പർ 1 ആർക്കിയോളജി പ്രൊഫസറാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കഴിവും സ്ട്രെങ്ത്തും ഒക്കെ ഉപയോഗിച്ചത് വലിയൊരു തെറ്റായ പ്രവൃത്തിക്ക് വേണ്ടിയാണ്. സോ ഞങ്ങൾക്ക് വേറെ വഴിയില്ല, അതിനുള്ള പണിഷ്മെന്റ് അത് നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. പക്ഷെ പ്രൊഫസർ ആള് തീർത്തു പറയും, ഞങ്ങൾ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയും നടത്തിയിട്ടില്ല. നമ്മുടെ പൂർവ്വകാല ചരിത്രം അതെന്താണെന്ന് തിരിച്ചറിയാനും അത് ഭാവി തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും മാത്രമാണ് ഈ ഒരു റിസർച്ച് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് യാതൊരു തെറ്റായ ഉദ്ദേശവും ഇല്ല. ഉടനെ ആ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അവർ ചിരിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ആ ഒരു റിസർച്ച് അത് കംപ്ലീറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ആർക്ക് വേണമെങ്കിലും ആ ഒരു ആൻഷ്യൻ വെപ്പൻ അതുണ്ടാക്കാൻ കഴിയും. അതൊരു കാരണവശാലും ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് ഗവൺമെന്റ് ഒഫീഷ്യൽസ് വീണ്ടും പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത റോബിൻ, അവളാണെങ്കിൽ ഇപ്പോഴും അവിടുന്ന് പോവാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് നിൽക്കുകയാണ്. ഇവിടെ പ്രൊഫസർ ആണെങ്കിൽ ടെക്നോളജിക്ക് അനുസരിച്ച് ഉയരാൻ ശ്രമിക്കുകയാണ്. ഭാവിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതിനുള്ള പ്രിക്കോഷൻസ് അത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുമാത്രമല്ല, ഈ ഒരു പോണോഗ്ലിഫ് അത് കണ്ടുപിടിച്ചതും നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെയാണ്. അത് ഡീസൈഫർ ചെയ്യാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും നമുക്കും നമ്മുടെ തലമുറയ്ക്കും അവകാശമില്ലേ? മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോണോഗ്ലിഫ് റോക്കിലാണ്. ഇൻ കേസ് ഇത് ജനങ്ങള് ബാഡായിട്ട് യൂസ് ചെയ്യും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവർ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കല്ലിൽ ഇത് എഴുതില്ല. അതും പോരാത്തതിന് ഇതുപോലുള്ള ഒരുപാട് പോണോഗ്ലിഫ് അവർ ലോകം മുഴുവൻ സ്ഥാപിച്ചു. സോ അതിന്റെ അർത്ഥം അത് എഴുതി ഉണ്ടാക്കിയ ആള് അത് ലോകത്തെ അറിയിക്കാൻ ആഗ്രഹിച്ചു എന്നാണ്. മാത്രമല്ല, ഏതോ ഒരു വലിയ ശത്രു അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കടലാസിലോ ബുക്കിലോ ഒന്നും എഴുതാതെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് തെരഞ്ഞെടുത്ത് അത് ലോകത്തിലേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്തത്. പ്രൊഫസറിന്റെ ഈ വാക്കുകൾ കേട്ട് ആ ചീഫ് ഒഫീഷ്യൽസ് അവരങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ഇവിടെ പ്രൊഫസർ ആണെങ്കിൽ വമ്പനൊരു ട്വിസ്റ്റ് പറയും. അത് കേട്ട് അവർ വീണ്ടും ഡബിൾ ഷോക്കാവും. ആക്ച്വലി 5th സെഞ്ച്വറിയിലാണ് ഇതൊക്കെ നടന്നത്. അന്നാണ് ഗവൺമെന്റ് ക്രിയേറ്റ് ആയത്. ആക്ച്വലി ഈ ഒരു പോണോഗ്ലിഫ് അത് പുറത്തു വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ശത്രു അത് മറ്റാരുമല്ല, സാക്ഷാൽ ഗവൺമെന്റ് ആണ്. ഞങ്ങളുടെ റിസർച്ച് അത് ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി. ആക്ച്വലി ഇപ്പോഴുള്ള ഈ ഒരു നഗരം ഇതിനു മുൻപ് വലിയൊരു മാൻഷനും ഗ്രാമവും ഒക്കെ ഇവിടെ നിലനിന്നിരുന്നു. ഗവൺമെന്റ് വന്നതിന് ശേഷം ഇല്ലാതാക്കപ്പെട്ടാണ് ഈ കാണുന്ന അവസ്ഥയിലേക്ക് വന്നത്. സോ അന്നുണ്ടായ എല്ലാ കാര്യങ്ങളും ലോകത്തെ അറിയിക്കാനാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ളവര് ഇത്തരത്തിലുള്ള പോണോഗ്ലിഫ് ലോകം മുഴുവനും സ്ഥാപിച്ചത്. ജനങ്ങൾക്ക് ആ ഒരു കിങ്ഡത്തെ കുറിച്ചുള്ള അറിവ് അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആലിസ് എന്ന് പേരുള്ള ആ ഒരു കിങ്ഡം അത് നിങ്ങൾ ഗവൺമെന്റ് ബേസ് ആക്കി എന്ന് പറയുമ്പോഴേക്കും ആ നേവി സോൾജിയർ ഇപ്പാളെ ഷൂട്ട് ചെയ്ത് താഴെയിടും. അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും പ്രൊഫസറിന്റെ പേര് വിളിച്ച് നിലവിളിക്കും. ഇവിടെ റോബിനാണെങ്കിൽ അവക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അവളും ഇപ്പൊ ഉഷാറായിട്ട് ഓടും. അതേസമയം മറ്റൊരു ഭാഗത്ത് സെൻ ഗോക്കു കൊടുത്ത ആ ഒരു ബസ്റ്റർ കോൾ മിഷൻ അത് കയ്യിലെടുത്ത് ബസ്റ്റർ കോൾ ചെയ്യാൻ ആ ഒഫീഷ്യൽസ് തയ്യാറായി കഴിഞ്ഞു. റോബിൻ ഓടി വന്ന് പ്രൊഫസറിനെ കെട്ടിപ്പിടിച്ച് കരയും. അത് കണ്ട് പ്രൊഫസർ ഫുൾ കലിപ്പില് അവളോട് പറയും, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ, എന്നിട്ട് നീ വീണ്ടും വീണ്ടും ഇവിടെ ചുറ്റിത്തെരിയാണോ എന്ന് ചോദിക്കുന്ന സമയം ആ ചീഫ് വില്ലൻ അവൻ ബസ്റ്റർ കോൾ എനേബിൾ ചെയ്യും. ഉടനെ ആ ലൈബ്രറി അത് മുഴുവനായിട്ടും കത്തി എരിയാൻ തുടങ്ങും. പ്രൊഫസർ നിലവിളിച്ചു പറയും, എത്രയും പെട്ടെന്ന് ലൈബ്രറിയിലേക്ക് പോയി
നമ്മളുടെ ഇമ്പോർട്ടന്റ് ബുക്സ് അത് സേവ് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം ഒരുപാട് പേര് ആ ലൈബ്രറി ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. കട്ട് ചെയ്ത ആ സ്പാങ്ഡം അവൻ റോബിന്റെ അമ്മയെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറയും. റോബിന്റെ അമ്മയാണെങ്കിൽ അവളെ തന്നെ നോക്കിയിരിക്കും. അപ്പൊ റോബിന് അവള് ചെറുപ്പത്തിൽ കണ്ട അവളുടെ അമ്മയുടെ ഫേസ് അത് പതിയെ പതിയെ ഓർക്കാൻ തുടങ്ങും. റോബിനിപ്പോ വോൾവിന്റെ പിന്നാലെ ഓടും. എന്നിട്ട് അവളോട് ചോദിക്കും, സത്യം പറ, നിങ്ങളല്ലേ എന്റെ അമ്മ? പക്ഷെ വോൾവിൻ അവള് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. എന്തെങ്കിലും പറഞ്ഞ് റോബിൻ അവളുടെ മകളാണെന്നറിഞ്ഞ ഉറപ്പായിട്ടും അവര് റോബിനെയും കൊല്ലും. അത് കേട്ട് ആ സ്പാങ്ഡം വില്ലൻ അവനിപ്പോ അവളോട് ചോദിക്കും, സത്യം പറ, ആ ചെറിയ പെൺകുട്ടി അത് നിന്റെ മകളല്ലേ? അതിന് അവൾ ഒരുപാട് വിഷമത്തില് അവനോട് പറയും, ഇല്ല, എനിക്ക് മക്കൾ, ഹസ്ബൻഡ് അങ്ങനെ ആരുമില്ല. പക്ഷെ റോബിന് കാര്യം പിടികിട്ടും. അവൾ വീണ്ടും വീണ്ടും അമ്മയെ നോക്കി നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മ, ദയവ് ചെയ്ത് എന്നെ കൂടെ കൊണ്ടുപോ. അമ്മയെ കാണാനും അമ്മയുടെ കൂടെ നിൽക്കാനുമാണ് ഞാനും ഒരു ആർക്കിയോളജിസ്റ്റായി മാറിയത്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചും റിസർച്ച് ചെയ്തും ഏകദേശം പോണോഗ്ലിഫ് വായിക്കാനുള്ള കഴിവ് പോലും എനിക്കിപ്പോ ഉണ്ട്. അത് കേൾക്കേണ്ട താമസം ആ ചീഫ് വില്ലന്മാര് അവരാണെങ്കിൽ റോബിനെ അടക്കം ആ ഐലാൻഡ് നശിപ്പിക്കാൻ നിലവിളിച്ച് പറയും. ഉടനെ ഓരോ ഭാഗത്തു നിന്നായി ബോംബുകൾ പൊട്ടിത്തെറിച്ച് ആ ഒരു ഐലാൻഡ് അത് കത്താനായിട്ട് ആരംഭിക്കും. ഓരോരോ വലിയ വലിയ ബുള്ളറ്റ്സ് ഇപ്പൊ ആ ഒരു വലിയ ലൈബ്രറിയിൽ ആഞ്ഞടിക്കും. ഇത് കണ്ട് ആർക്കിയോളജിസ്റ്റുകള് അവര് നിലവിളിക്കും. പക്ഷെ പ്രൊഫസർ ആൾക്കറിയാം, എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, എല്ലാം കൈവിട്ടു പോയി. കട്ട് ചെയ്താ ഇവിടെ ആ സ്പാങ്ഡം വില്ലനോട് വേറൊരു സോൾജിയർ പറയും, ചീഫ്, കുഞ്ഞിപ്പെണ്ണും ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്, സോ അവളെയും നമുക്ക് കൊല്ലാം. പക്ഷെ സ്പാൻഡം അവൻ ക്യാഷ്വലായിട്ട് പറയും, അത്രയും ചെറിയ പെൺകുട്ടി ആർക്കിയോളജിസ്റ്റ് ആവാൻ ഒരു വഴിയുമില്ല. പക്ഷെ ഒരു കാര്യം, നമ്മളൊന്നിനും റിസ്ക് എടുക്കാനായിട്ട് പാടില്ല. സോ ആ ഒരു പെൺകുട്ടിയുടെ മുഖം അത് ഓർത്ത് വെക്കണം. അവൾ ഈ ഐലാൻഡ് വിട്ട് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാനായി പാടില്ല. അതേസമയം ഇവിടെ റോബിൻ അവളാണെങ്കിൽ അവളുടെ അമ്മയുടെ കൈ പിടിച്ച് പറയും, ഇതിനു വേണ്ടിയാണോ ആന്റിയുടെ കയ്യിൽ നിന്ന് ആട്ടും തുപ്പും കേട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചത്? അമ്മയെ ഒരു നോക്ക് കാണാനും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മയുടെ കൂടെ ജീവിക്കാനുമാണ് ഇത്രയും കാലവും ഇത്തിരി ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഞാൻ കാത്തിരുന്നത്. റോബിന്റെ അമ്മയ്ക്ക് അതിനു മുകളിൽ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അമ്മ അവളെ വാരിയെടുത്ത് കെട്ടിപ്പിടിക്കും. അമ്മ ഒത്തിരി വാത്സല്യത്തോടുകൂടെ അവളോട് ചോദിക്കും, സത്യം പറ, നിന്നെ കൊണ്ട് പോണോഗ്ലിഫ് വായിക്കാൻ കഴിയോ? അതിന് അവള് പറയും, അതെ, എന്നെ കൊണ്ട് അതിന് കഴിയും. അമ്മയ്ക്കാണെങ്കിൽ അവളെ ഓർത്ത് ഭയങ്കര അഭിമാനാവും. നീ ശരിക്കും ഈ ലോകത്തിലെ നമ്പർ 1 ആവുമെന്ന് പറഞ്ഞ് വീണ്ടും അവളെ അമ്മ കെട്ടിപ്പിടിക്കും. ഉടനെ പ്രൊഫസർ ആള് ഫുൾ കലിപ്പിൽ അവിടേക്ക് വന്ന് പറയും, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെട്ട് ആ ഇവാക്യുവേഷൻ ഷിപ്പിലേക്ക് പോവാൻ, എന്നിട്ട് നീ വീണ്ടും ഇവിടെ തന്നെ നിൽക്കുകയാണോ? ആ സമയത്ത് ഇപ്പൊ നമ്മുടെ ജയന്റ് അവിടേക്ക് എത്തും. ജയന്റ് ശ്വാസം വലിച്ചുവിടും. ഓ മൈ ഗോഡ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ സേഫ് ആണല്ലേ റോബിൻ? നിന്റെ അമ്മയെയും നിന്നെയും ഒരുമിച്ച് കണ്ടതില് എനിക്ക് ഒരുപാട് സന്തോഷം. ഉടനെ അവളുടെ അമ്മ ആ ജയന്റിനോട് പറയും, നീ എത്രയും പെട്ടെന്ന് റോബിനുമായി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണം. റോബിന് അവൾക്ക് മാത്രമേ നമ്മുടെ വൊഹാര ഐലാൻഡ് അത് തുടക്കം കുറിച്ച ആ ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. പക്ഷെ റോബിൻ അവൾ അടിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഞാൻ അമ്മയെ വിട്ടു പോവില്ല. പക്ഷെ റോബിന്റെ അമ്മ അവളെ നിർബന്ധിച്ച് ആ ജയന്റിന്റെ കൂടെ പറഞ്ഞയക്കും. അവളാണെങ്കിൽ അമ്മയുടെ പേര് വിളിച്ച് നിലവിളിച്ച് കരയും. പക്ഷെ അവളുടെ അമ്മ അവളുടെ മുഖത്തിപ്പോ ചെറിയ സന്തോഷമാണ്. കാരണം ഒരു വിധത്തില് റോബിനെ അവൾ കണ്ടുമുട്ടി. ഇത്രയും കാലവും അവൾ ഉപേക്ഷിച്ചു പോയതില് റോബിൻ അവളുടെ അമ്മയോട് ദേഷ്യം ഉണ്ടാകും എന്നാണ് അവൾ കരുതിയത്. പക്ഷെ റോബിന്റെ സ്നേഹവും അവളുടെ അമ്മയെന്നുള്ള വിളിയൊക്കെ കേട്ടപ്പോ അവളുടെ മനസ്സ് നിറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് ഇപ്പൊ റോബിനെ അവൾ പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ നേവി ആൾക്കാര് അവരാണെങ്കിൽ ആ ജയന്റ് റോബിനുമായിട്ട് ഓടിപ്പോകുന്നത് അങ്ങനെ നോക്കി നിൽക്കാണ്. ആക്ച്വലി ജയന്റ് അത്ര നിസ്സാരക്കാരനല്ല. അവൻ വർഷങ്ങൾക്ക് മുൻപ് ഈ നേവി ബേസില് വൈസ് അഡ്മിറലായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ ജയന്റ് മാൻ അവൻ നേവി ടീമില് വൈസ് അഡ്മിറലായിരിക്കുന്ന സമയത്താണ് റോബിന്റെ അമ്മയും ബാക്കിയുള്ള ആർക്കിയോളജിസ്റ്റുകളും വന്നിരുന്ന കപ്പല് അവർ തകർത്ത് അതിലുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു തള്ളിയത്. ജയന്റ് അവരുടെ കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് അവരെ ഒന്നും ചെയ്യരുത്, നമ്മളെ പോലെ ഹ്യൂമൻസ് ആണ്. പക്ഷെ സോൾജിയേഴ്സ് ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. അവരെല്ലാവരെയും കൊന്ന് റോബിന്റെ അമ്മയെ മാത്രം ബന്ദിയാക്കും. ജയന്റ് ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നേവി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയി ഈ കാര്യം അവതരിപ്പിക്കും. പക്ഷെ അവരും അവനെ കേൾക്കാൻ തയ്യാറാവാതെ ഒരുപാട് ദേഷ്യത്തില് അവിടുന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ജയന്റ് അവൻ ആരും അറിയാതെ വോൾവിയെ രക്ഷപ്പെടുത്തി
നേവി കപ്പലില് അവളെ അവിടുന്ന് കൊണ്ടുപോകും. അവള് പറയും, നീ ഇങ്ങനെ ചെയ്താ ഉറപ്പായിട്ടും പിന്നീട് നിനക്ക് നേവിയിലേക്ക് തിരികെ പോകാൻ കഴിയില്ല. അതിനാ ജയന്റ് പറയും, ഞാൻ എപ്പോഴും നീതിയുടെയും നന്മയുടെയും കൂടെയാണ്, അത് വിട്ട് എനിക്ക് എവിടെയും ജീവിക്കാൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് എല്ലാ നേവി സോൾജേഴ്സും ചേർന്ന് ജയന്റിനെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. ജയന്റിന് കലി കയറി ഇപ്പൊ റോബിനെ സേഫായ ഒരു സ്ഥലത്തിരുത്തും. അതിനുശേഷം ആ ഒരു വലിയ നേവി കപ്പല് അതങ്ങനെ തൂക്കിയെടുത്ത് വലിച്ചെറിയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.